ഏർപ്പെടുത്തിക്കൊണ്ട് QR കോഡുള്ള ID കാർഡ് കൊടുക്കുവാൻ കഴിഞ്ഞ ഇന്ത്യയിലെ ആദ്യത്തെ മാധ്യമ പ്രവർത്തക സംഘടനയാണ് കേരള പത്രപ്രവർത്തകർ. അതുപോലെ തന്നെ നമ്മളെ വിട്ടുപിരിഞ്ഞ മാധ്യമ പ്രവർത്തകരുടെ അവരുടെ ഫോട്ടോ ആലേഖനം ചെയ്ത ഒരു കലണ്ടർ ഏകദേശം 8 വർഷത്തോളം തുടർച്ചയായി വിതരണം ചെയ്യുവാൻ കഴിഞ്ഞ സംഘടനയാണ് കേരള പത്രപ്രവർത്തകർ. അതുപോലെ ചെയ്ത ഈ ഇന്ത്യയിലെ ഏക തൊഴിലാളി സംഘടന നമ്മൾ മാത്രമാണ്. ഇങ്ങനെ നിരവധി നമ്മുടെ നേട്ടങ്ങൾ എടുത്തു പറയുവാനുണ്ട്. പക്ഷെ ഈ നേട്ടങ്ങളൊക്കെ എടുത്തു പറയുമ്പോഴും ഒരാത്മപരിശോധന നടത്തുമ്പോൾ നമുക്ക് എന്താണ് ലഭ്യമായിട്ടുള്ളത് എന്ന് പരിശോധിക്കുമ്പോൾ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ മാനേജ്മെന്റുകളുടെ ഭാഗത്തുനിന്ന് യാതൊരു ആനുകൂല്യങ്ങളുണ്ട്. ഇതൊക്കെ പറയാം, എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുന്നാലും സന്ദർഭവശാൽ പറയേണ്ടി വരിക. യാതൊരു ആനുകൂല്യങ്ങളും. അതുപോലെ തന്നെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇപ്പോ നിലവിൽ ഏകദേശം ഒരു 8 വർഷത്തോളമായിട്ടുണ്ടായിരിക്കും. 8-9 വർഷം, ഒരു വളരെ 8-9 വർഷമായി മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്ന സ്വഭാവം. അത് വിവിധ മേഖലകളിൽ നിന്ന് നമ്മളൊക്കെ വേട്ടയാടപ്പെടുന്ന ഒരു സാഹചര്യം. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് ഒരു ആക്രമണം ഉണ്ടായി, അയാൾക്ക് നേരെ ഒരു അക്രമം ഉണ്ടായി, അത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വിവിധ സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് 2 മണി കിട്ടുന്നതായിരുന്നാണ്. ഇതാണ് സാഹചര്യം. അതായത് അവന്റെ വീട്ടിൽ, ഈ പറയുന്നവന്റെ വീട്ടിലെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് ആ പ്രദേശത്തെ മാധ്യമ പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ടാവും. ആത്മാഭിമാനത്തോടും കുറിച്ച് പറയട്ടെ, ഏകദേശം 10-15 വർഷത്തോളം കടുത്തുരുത്തി പ്രസ് ക്ലബിന്റെ പ്രസിഡന്റായിരുന്ന ആളാണ്. ഏറ്റവും ചുരുങ്ങിയ ഒരു കാര്യം മാത്രം, ഇറാഖ് യുദ്ധം നടക്കുന്ന സമയത്ത് ഇവിടെയുള്ള പല മാധ്യമ പ്രവർത്തകരും വന്നുണ്ട്. ഇറാഖ് യുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്കയിലെ അവരുടെ ഏറ്റവും സുരക്ഷിതമായ ഒരു പ്രദേശത്ത് കടന്നു ചെന്ന് അവിടുത്തെ ഒരു ഫോട്ടോ എടുത്ത ഒരാത്മാന്തരക്കാരൻ പുറം ലോകം കാണില്ല. അഭിമാനത്തോടുകൂടി പറയുകയാണ്, പുറം ലോകം കാണില്ല. അമേരിക്കൻ സൈന്യത്തിന്റെ ഫോട്ടോ എടുത്ത അവരുടെ ഏറ്റവും സുരക്ഷിത താവളത്തിൽ ചെന്ന് ഫോട്ടോ എടുത്ത ഒരു മലയാളി, അതും കടുത്തുരുത്തി സമീപത്തുള്ള ആത്മാന്തര സ്വദേശി, അയാൾ പുറം ലോകം കാണില്ല. എല്ലാവർക്കും കോൺസെൻസ് വെച്ച് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷെ നിരന്തരമായ ഇടപെടൽ മാധ്യമ പ്രവർത്തകർ, അടുത്തുരുത്തിയിലെ മാധ്യമ പ്രവർത്തകരുടെ നിരന്തരമായ ഇടപെടലിന്റെ ഫലമായി അദ്ദേഹം ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ ഈ കടുത്തുരുത്തി കാലുകുത്തി. ഇങ്ങനെ ആനുകൂല്യങ്ങളെ പറ്റി സംസാരിക്കുകയോ ചെയ്യുന്നില്ല. ഇതിന്റെയൊക്കെ പിന്നിൽ ശബ്ദമുയർത്താൻ ഞങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എനിക്കറിയാം, നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണ്. നിങ്ങൾ പ്രത്യേകിച്ച് പാലാ മുനിസിപ്പാലിറ്റിയൊക്കെ സംബന്ധിച്ചിടത്തോളം മാധ്യമ പ്രവർത്തകർ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ വളരെ സുഹൃത്തുക്കളാണ്. കാരണം എപ്പോഴും ഞങ്ങൾ വാർത്തകൾ ഉണ്ടാക്കുന്ന ഒരു മുനിസിപ്പാലിറ്റിയാണ്. അതുകൊണ്ട് എപ്പോഴും മാധ്യമ പ്രവർത്തകർ നിരന്തരം എല്ലാ വിധത്തിലും എല്ലാ മാധ്യമ പ്രവർത്തകരും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവരുമായിട്ടൊക്കെ വളരെ നല്ല അടുപ്പത്തിലുള്ള കാര്യമാണ്. അപ്പം നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ശബ്ദം ഉയർത്തുവാനും നിങ്ങളുടെ കൂടെ എപ്പോഴും നിൽക്കുവാനും ഞങ്ങൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അതുപോലെ ഈ ID കാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പരിപാടി പകുതി ആയതോടുകൂടി തിരിച്ചു പോകുകയുണ്ടായിരുന്നു. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു ഒരു 200-ഓളം മാധ്യമ പ്രവർത്തകര് ആ സദസ്സിൽ തടിച്ചുകൂടിയത് ഞാൻ ഇന്ന് ഓർക്കുകയാണ്. കോട്ടയത്ത് കേരള പത്രപ്രവർത്തക അസോസിയേഷൻ എന്ന് മനസ്സിൽ ഓർമ്മ വരുമ്പോൾ എനിക്ക് ആ സമ്മേളനത്തെ കുറിച്ചാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ഓർമ്മ ഉണ്ടാകുക. എന്നാൽ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് കാരണം എന്നറിയില്ല, ഒരുപാട് പ്രവർത്തകർ നമുക്കുണ്ട്. നമ്മുടെ പ്രവർത്തനത്തിന്റെ നിർജീവാവസ്ഥയുടെ ഒരു പ്രതീകം എന്ന് തന്നെ പറയാം. തുറന്നു പറയുന്നതിൽ ആരും വിഷമിക്കേണ്ട. നമ്മുടെ ഈ ജില്ലാ പരിപാടിയിൽ എനിക്ക് തോന്നുന്നു ഒരു 50-60 ആളെങ്കിലും ഒരു 100 ആളുകളുടെ ചോട ഈ പരിപാടിയിൽ ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ ഇത് വളരെ കുറഞ്ഞ ആളുകളാണ് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ കോഴിക്കോട് നിന്ന് വരികയാണ്. കോഴിക്കോട് നിന്ന് വരുന്നത് എനിക്ക് മലബാറിന്റെ ചുമതല സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് എവിടെയാണ് പിഴവ് സംഭവിച്ചത്? ഞാനിത് ഈ അന്തരംഗം പറയാൻ കാരണം നമ്മുടെ 15 വർഷം മുമ്പ് നടന്ന പരിപാടിയും ഇന്നത്തെ പരിപാടിയും തമ്മിൽ വ്യത്യാസം കൊണ്ടാണ് പറയാനുള്ളത്. അപ്പൊ അത് ആ പിഴവുകൾ പരിഹരിച്ചുകൊണ്ട് നമ്മുടെ സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കണം,
സംസ്ഥാന നേതൃത്വം ഏത് സമയത്ത് വിളിച്ചാലും വരുന്നതിന് തയ്യാറാണ്. ഇവിടെ നമ്മൾ മധുമെടുത്ത് ജനറൽ സെക്രട്ടറി ഇവിടെ, സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, സംസ്ഥാന ട്രഷറർ ബൈജു പെരുവാൾ അദ്ദേഹം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ബൈവാണം പോലുള്ള ആളുകളും നമ്മുടെ രവീന്ദ്ര ചേട്ടൻ പോലുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. എല്ലാ ആളുകളും ശക്തരാണ്. അപ്പോൾ ഇതൊരു പുനർചിന്തനം നടത്തണം, നടത്തി പരിഹാരം നടത്താം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ പ്രസംഗിക്കുന്നു. വലിയൊരു മഞ്ഞുമല വെയിൽ കൊണ്ട് വല്ലാതെ ഉരുകി അത് ചെറിയ മഞ്ഞകഷ്ണമായിട്ട് അല്ലെങ്കിൽ ഐസ് കട്ടയായിട്ട് മാത്രം വളർന്നിരിക്കുന്ന ഒരവസ്ഥയിൽ സംഘടന എത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും പേരും ഒരേ ചരടിൽ എല്ലാ പരിപാടികളും മാറ്റിവെച്ചിട്ട് ഇവിടെ എത്തുക എന്ന് പറയുന്നത് ഓരോ അംഗവും സ്വയം ആത്മപരിശോധന നടത്തുമ്പോൾ അത് വലിയ നേട്ടമാണ്. അസൗകര്യങ്ങളുടെ നടുവിലും സമയത്തിന്റെ പരിമിതിയും ജോലിയുടെ ഭാരവും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നുള്ള അനുമതിയും ഒക്കെ കിട്ടാതെ വരുന്നതിൻ്റെ ഒരു സാഹചര്യം കൂടി ഇത്തരം മീറ്റിങ്ങുകളിൽ എത്തിച്ചേരുവാൻ പത്രപ്രവർത്തകർക്ക് കഴിയാതെ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണമാണ്. ഞാൻ തന്നെ ഇന്നിതിൽ എത്തുന്നത് അവധി ഇന്നലെ വൈകിട്ട് ചോദിച്ചു കഴിഞ്ഞു. ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ വന്ന് എന്നെ അനിൽകുമാർ അടക്കമുള്ളവർ അവധി തുടർച്ചയായിട്ട് എടുത്തിരുന്നു. 10 ദിവസമായിട്ട് ഞാൻ അവധി എടുത്തില്ലായിരുന്നു. ഞാനൊരു അവധി ചോദിച്ചു, അവധി അനുവദിച്ചു. മറിച്ചാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടെ മീറ്റിങ്ങിൽ വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് രവീന്ദ്ര നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പാലയിലാണെന്ന് പറഞ്ഞാൽ അവിടെ എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ അതിൻ്റെ സത്യസന്ധത അവിടെ അവസാനിക്കുന്നു. അപ്പോൾ അതൊരു സാഹചര്യം. മറിച്ച് ഇപ്പോൾ നമ്മുടെ സംഘടനാപരമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ വർഷങ്ങൾ 12 പിന്നിടുമ്പോൾ എന്ത് നേടി എന്നുള്ളതിന് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഒരു ഉത്തരം നൽകി. വർക്കിംഗ് പ്രസിഡന്റായിട്ട് രവീന്ദ്രൻ മാഷ് ഏറ്റുമാനൂർ, ജില്ലാ സെക്രട്ടറിയായിട്ട് ബിജു ചിത്രധാരൻ, അദ്ദേഹം തൊട്ടയലോകത്തെ ചേച്ചി മരിച്ചു പോയതുകൊണ്ടാണ് വരാൻ പറ്റാതെ നമ്മൾ അറിയിച്ചിരുന്നു. തൊട്ടയലോകാണ് തീരാത്തതാണ്. വർക്കിംഗ് സെക്രട്ടറിയായിട്ട് ബൈലോണറാണ്, ഇതൊക്കെ അറിയുന്നത്. ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് കുജിതാണ്, രാജേഷ് കുര്യനാണ് അല്ല, ജില്ലാ വൈസ് പ്രസിഡന്റ് കുമാർ രാജൻപാല, ജില്ലാ കോർഡിനേറ്റർ ഷാജി ഓരോ, ജില്ലാ ജോയിന്റ് കോർഡിനേറ്റർ സജി ACV എരുമേലിയ. അദ്ദേഹം വരാൻ പറ്റാത്തവർക്ക് അസുഖമായിട്ട് ഇരിക്കുകയാണ്, ഇത് പറയാനുണ്ടാകുന്നു. ജില്ലാ ട്രഷററായിട്ട് അജേഷ് ജോൺ റിപ്പോർട്ടിൻ്റെ കരുതത്തി. പിന്നെ അടുത്ത ജില്ലാ കമ്മിറ്റി അംഗങ്ങളായിട്ട് അനിൽകുമാർ കിളങ്ങൂര്, സുനിത സജി, ജിബിൻ PS, സന്ധ്യ KS, ജോബിൻ ജോസഫ്. ഇത്രയാണ് നമ്മളൊരു പാനലുണ്ടാക്കിയിരിക്കുന്നത്. ഇനി ആരെങ്കിലും എന്തെങ്കിലും നിർദ്ദേശങ്ങളോ പാലനങ്ങളോ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കാം. പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ വിശദമായി നമ്മൾ കേട്ടു. ഞാൻ രാവിലെ കുറച്ച് അർജന്റ് കാര്യം ഉണ്ടായിരുന്നതുകൊണ്ട് രാവിലെ ഇറങ്ങിയെങ്കിലും സമയം എത്തുവാൻ കഴിഞ്ഞില്ല. എങ്കിലും പ്രവർത്തനത്തിന് മുൻപോട്ട് വച്ചിരിക്കുന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും അതുപോലെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയിരുന്ന അതേ സഹായവും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് ഈ കാലത്ത് ഓർപ്പിക്കുന്നു. അതോടൊപ്പം നന്ദി അറിയിക്കുക എന്നുള്ള കടമയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ കടന്നു വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത സംസ്ഥാന നേതാക്കന്മാർക്കും അതുപോലെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി.